ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ്. സോ നമ്മളിപ്പോൾ ഉള്ളത് ശാസ്ത്രമംഗലത്താണ്. സമയം ഏകദേശം ഉച്ചയ്ക്ക് 2 മണിയായി. ഇപ്പോൾ ഇന്ന് ഇറങ്ങിയെന്ന് പറയുമ്പോൾ ഒരു ഷൂട്ടിന് ഇറങ്ങിയതാണ്, ഒരു ഫുഡ് വ്ളോഗിൻ്റെ. സോ അപ്പോൾ ചെറിയൊരു ഫുഡ് വ്ളോഗായിട്ട് എന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 2-3 പേർക്ക് വേണ്ടി വെയിറ്റിംഗ് ആണ്. ശാസ്ത്രമംഗലം ജംഗ്ഷനിലുണ്ട് ഗൈസ്. ഒരുപാട് അരമണിക്കൂറത്തെ വെയിറ്റിങ്ങിന് ശേഷം അന്തൻ ബ്രോ എത്തിയിരിക്കുകയാണ്. വ്ളോഗ് പിന്നല്ല, ഞാൻ കഴിഞ്ഞ ഷൂട്ടോട് തുടങ്ങി. ശാസ്ത്രമംഗലത്താണ് എത്തിയിട്ട് കാണാം ഗൈസ്. അയ്യോ ഗൈസ്, അപ്പോൾ മണിക്കൂറുകൾക്ക് ശേഷം നമ്മൾ എത്തിയിരിക്കുകയാണ് അലിബാബ 41 ഡിഷസ്, ലൊക്കേഷൻ ശാസ്തമംഗലം. വ്ളോഗിലൊരു ഹൈ കൊടുക്കുമോ? ഹൈ ഗൈസ്. അങ്ങനെയൊന്നുമില്ല, ചാനലിൽ മറ്റേ ഇൻസ്റ്റയുടെ പേര് തന്നെ. യെസ്, സബ്സ്ക്രൈബ് നടക്കും, നല്ലതാണ്. ഹരിയാണ ഓക്കെ. അപ്പം ഇന്നത്തെ വ്ളോഗെന്ന് പറയുമ്പം ചെറിയൊരു ഫുഡ് വ്ളോഗെന്ന് വേണമെങ്കിൽ പറയാം അല്ലേ. ഒരു ഷൂട്ടിന് വന്നതാണ്, പക്ഷേ ഇതിൽ ഫുഡ് വ്ളോഗായിട്ട് നമുക്കിടാം. പറ്റും, നമുക്ക് അകത്ത് കയറിയിട്ട് കാണാം. ഗൈസ്, അപ്പോൾ നമ്മൾ അലിബാബ 41 ഡിഷസിലാണ്. ഹരി വന്നിട്ടില്ല, അവർ വെയിറ്റ് ചെയ്തോട്ടെ. ഇവർക്കൊരു ജ്യൂസ് പറഞ്ഞ വാട്ടർ മറ്റു കാര്യങ്ങളെല്ലാം പറഞ്ഞു. ഞാൻ നേരത്തെ ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു. കണ്ണാടി താജ്മഹലൊക്കെ ഉണ്ട് സെറ്റ്. താജ്മഹല ഗൈസ്, നമുക്ക് താജ്മഹൽ കണ്ടിട്ട് വരാം. താജ്മഹൽ ഇൻസൈഡ് ദ ഹോട്ടൽ. നല്ല ആംബിയൻസ് ഉള്ള റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒരു സംഭവമുണ്ട് പുതിയ, എന്താണ് ഇതിൻ്റെ പേര്? സ്നാപ്പ് ആൻഡ് വിൻ പ്ലീസ്. ഈ ഒരു കാളവണ്ടി ഫ്രണ്ടിലുണ്ട്, നേരത്തെ കാണിച്ചത്. ഇതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഫോട്ടോ എടുത്തു കഴിഞ്ഞാൽ ഫസ്റ്റ് പ്രൈസ് 15,000. അതായത് സെലക്ട് ചെയ്യുന്നവർക്ക്, നല്ല ഫോട്ടോ സെലക്ട് ചെയ്യുന്നവർക്ക് ഫസ്റ്റ് പ്രൈസ് 15,000, സെക്കൻഡ് 10, തേർഡ് 5. അപ്പോൾ ആരെങ്കിലും വരണമെങ്കിൽ വേറെന്തോ അതെ അതെ. ഇതിനെപ്പറ്റി ഡീറ്റെയിൽസ് ആയിട്ട് പിന്നെ പറയാം, നോക്കിയിട്ട് പറയാം. പൈസ ഇവിടെ വരുന്നവർ ട്രൈ ചെയ്ത് നോക്കാം, ഭാഗ്യമുണ്ടെങ്കിൽ കിട്ടും. നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം. ഫേമസോ നമ്മുടെ വാട്ടർമെലൺ ജ്യൂസ് എത്തി. കുടിക്കണ്ടേ? ഒരു റിവ്യൂ കുടിച്ചിട്ട് വ്ളോഗിന് വേണ്ടി സമർപ്പിക്കണം. ട്രിപ്പിൾ ഐ വിഷൻസ് III.visions, അതാണ് എൻ്റെ ഇൻസ്റ്റാഗ്രാം. അതായത് എൻ്റെ ഫോട്ടോഗ്രാഫി പേജിൻ്റെ പേരതാണ്. അയ്യോ, അതായത് ഫോട്ടോഗ്രാഫി പേജിൻ്റെ പേരതാണ്. അപ്പോൾ പിന്നെ അത് തന്നെ വ്ളോഗിങ്ങിന് വെക്കാമല്ലോ. വേറെ ഇനി പേര് കണ്ടുപിടിക്കണം, മെനക്കേടാണ്.
ഞാൻ എന്തിനു പറയാൻ പറ്റേ ഉണ്ടല്ലോ, യുണീക്ക് ആയിരിക്കണം. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ആ പേര് അയ്യോ അയ്യോ. എന്തായാലും കാണാൻ പോണത് 5 പേര്. ഒന്ന് ഞാൻ, പിന്നെ എൻ്റെ 2 ഫ്രണ്ട്സ്. അത്ര നല്ല കാണുന്നു. ഇതൊന്ന് കുടിച്ചു നോക്കാം ഇല്ലേ? അല്ല, ഷുഗർ ഉണ്ടെന്ന് തോന്നുന്നു. എൻ്റെ ഷുഗർ എങ്ങനെയുണ്ട്? കൊള്ളാം. വിത്തൗട്ട് ഷുഗർ അല്ല പറഞ്ഞത്, പക്ഷേ വിത്തൗട്ട് ഷുഗറാണ്. കൊള്ളാം സാർ. ടേസ്റ്റ് ബഡ്സ് ഇല്ല. അതെ, എൻ്റെ ടേസ്റ്റ് ബഡ്സ് ഒക്കെ പോയി കിടക്കുകയാണ്. അതായത് പുള്ളി പറഞ്ഞ ഷുഗറില്ല, ഓക്കെ. എനിക്ക് ഷുഗറുണ്ട്, കുഴപ്പമില്ല. എന്തോ മധുരമുണ്ട് എന്തായാലും. അതിലുണ്ട്. പിന്നെ വാട്ടർ മെലൺ പുളിപ്പ് കാണും. അവിടെ പോടാ. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. മധുരത്തിൻ്റെ ഇംഗ്ലീഷാണല്ലോ ഷുഗർ. മധുരത്തിൻ്റെ ഇംഗ്ലീഷ് സ്വീറ്റ് ആണ്, ഷുഗർ വേറെ സ്വീറ്റ് വേറെ. ഞാൻ ഏറി പോകട്ടെ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ. അത് പാൻറ് വിചാരിച്ചാൽ മതി, ഇപ്പം സെറ്റാക്കി തരും. എൻ്റെ ഏറ്റവും കൂടുതൽ സ്റ്റോറി പാൻറ്റയുടെ അടുത്ത സ്റ്റോറിയായിരുന്നു. ഏതായിരുന്നു? പൊന്മുടി റോബി കൊണ്ടുപോകുന്നത്. അതൊക്കെ ഇതെന്തെങ്കിലും ഇത് കുടിച്ച് തീർത്തിട്ട് നിങ്ങൾ വരാം. ഇരുന്നിരുന്ന് ചായ സ്പോട്ട് തപ്പിയുള്ള പോക്കാണ് നിങ്ങൾ ഈ കാണുന്നത്. ബിരിയാണിയിലെ ചായ. ബിരിയാണി കടയിൽ ചായ ഇട്ടോന്ന് ചോദിച്ച് പോകാൻ പോകും. അവിടെ കടിയുണ്ട് കേട്ടാ. ഇതൊരു വീഡിയോ എടുക്കാനുള്ള കഷ്ടപ്പാടാണ് നിങ്ങൾ കാണുന്നത്. നമ്മുടെ കയ്യിൽ S22 അട്ടയുണ്ട് വീഡിയോ എടുക്കാൻ. ചായ സ്പോട്ട് കിട്ടി. നമുക്ക് ചായ സ്പോട്ട് കിട്ടിയാട്ടാ. പോക്കറ്റ് ഷവർമ കഴിക്കപ്പം അടിക്കുന്ന ഒരു സീൻ വേണം. ഓക്കെ. അപ്പോൾ നമ്മൾ വീഡിയോ എടുത്തിട്ട് ഷൂട്ട് ചെയ്തിട്ട് വരാം. ബൈ. വീഡിയോക്ക് വ്ളോഗിന് വേറെ വ്ളോഗ്. കണ്ടു ഗൈസ്, ഇങ്ങനെയാണ് നമ്മുടെ ഷൂട്ടിംഗ്. നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യുകയാണ്. ബാബു ഇതൊന്ന് എടുത്ത് തീർത്തിട്ട് വരാം. ഓക്കെ ഗൈസ്, അപ്പോൾ ചായ കുടിക്കാം. നല്ല വെയിലത്ത് ചൂട് ചായ, നല്ല കോമ്പിനേഷൻ. ചൂട് ചായ. ഇതിപ്പോൾ നമ്മൾ ചായ കുടിച്ചിട്ട് വരാം. ഓക്കെ, ചായ കുടിയും വീഡിയോ എടുക്കലൊക്കെ കഴിഞ്ഞ് നമ്മൾക്കിനി അപ്പോൾ നേരെ പോവാം ഷാലി ബബയിലെ. നല്ല ചായ, നല്ല കടിയായിരുന്നു കേട്ടോ. നൈസ്. വീഡിയോ നല്ലോണം എടുത്ത് സെറ്റാണ്. ഇനി അടുത്ത് ആലിബാബയിലെ ഷൂട്ടല്ലേ? ഹരിച്ചേട്ടൻ എപ്പോൾ എത്തും? നമുക്ക് ഒരാളൂടെ വരാനുണ്ട്. മെയിൻ നമ്മുടെ ഹരിച്ചേട്ടൻ വരാനുണ്ട്. എന്നാലുടൻ ആലിബാബയിലെ ഷൂട്ട് തുടങ്ങും.
ആനവണ്ടി ഗൈസ് എത്തി ഗൈസ്. ഹരിപുരത്തി ടോൾ. നമുക്ക് അങ്ങോട്ടേക്ക് കിടക്കാം. ലാസ്റ്റ് തന്നെ വ്ളോഗിൽ കിട്ടിയെന്ന് തോന്നട്ടോ. വീഡിയോ വണ്ടിയിൽ വണ്ടിക്കണം കിട്ടിയെന്ന് തോന്നുന്നു. ഓക്കെ ഗൈസ്, നമുക്ക് ചലിക്കാം. ടു അലിബാബ അവർ ഷൂട്ടിംഗ് ലൊക്കേഷൻ. അലിബാബ ആൻഡ് 41 ഡിഷസ്. ഇത് നമ്മുടെ ശാസ്തമംഗലത്താണ്. അത് അറിയായിരിക്കും ട്രിവാൻഡ്രത്തുള്ള. നമ്മൾ ഇന്നത്തെ വ്ളോഗും ഷൂട്ട് ചെയ്യുന്നത് നത്തിങ് ഫോൺ ടു പ്രോയിലാണ്. ഇതാണ് നമ്മുടെ ഹരിച്ചേട്ടൻ. പുള്ളിയുടെ ബർത്ത്ഡേ ആണെന്ന്. നിങ്ങളുടെ വ്ളോഗിലൊരു ഹായ് തരുമോ? ട്രിപ്പിൾ ഐ വിഷൻസ്. അതെൻ്റെ ഇൻസ്റ്റ ഐഡിയുടെ സെയിം. അയച്ചു കൊടുത്താ ആക്ച്വലി എൻ്റെ പേര്, വ്ളോഗിൻ്റെ പേര്, ഐ മീൻ ചാനലിൻ്റെ പേര് ട്രിപ്പിൾ ഐ വിഷൻസ് എന്നാണ്. എല്ലാവരും ഐ വിഷൻ എന്നും III.vision എന്നൊക്കെ പറയാറുണ്ട്. പ്രൊനൗൺസ് ചെയ്യേണ്ടത് ട്രിപ്പിൾ ഐ വിഷൻസ് എന്നാണ്. ഇൻസ്റ്റാഗ്രാമിൽ എന്നെ ഫോളോ ചെയ്യുന്നവർക്കൊക്കെ അറിയായിരിക്കും. എല്ലാവരും അങ്ങനെയാണ് എന്നെ വിളിക്കുന്നത്. പിടിക്കണോ? പക്ഷെ ഇപ്പം എന്തായാലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ ലോഡറാണ്. സോ ലെറ്റ്സ് ഗോ. ഇന്ന് ക്യാമറയിലാണ് എടുക്കണം. ഈ കാളവണ്ടിയിൽ നിന്ന് ഫോട്ടോ എടുക്കുമ്പോഴാണ് പ്രൈസ് കിട്ടുന്നത്. സെലക്ട് ചെയ്തവർക്ക് ആരെങ്കിലും വന്ന് എടുത്തിടാം. ഹാപ്പി ബർത്ത്ഡേ. ഹാപ്പി ബർത്ത്ഡേ ടു. പെട്ടെന്ന് പെട്ടെന്ന് ഗൂഗിൾ പേയിൽ ഇട്ടോ. ബർത്ത്ഡേ പയ്യുന്നത് അവിടെ ഇതൊക്കെയാണ് ഷൂട്ടിംഗ് ഗിയർ. ഷൂട്ട് തുടങ്ങാൻ വരാം ഗൈസ്. ബൈ ബൈ. ഗൈസ് പുള്ളിയുടെ ബർത്ത്ഡേ ആണെന്ന്. ബ്രോയുടെ പേരെന്തായിരുന്നു? പേര് പറയൂ. ബാബുലീല. ഹാപ്പി ബർത്ത്ഡേ. കേക്ക് കട്ടിങ് ആണ് ഗൈസ്. അത്തപ്പൂം പോലത്തെ കേക്ക് ഗൈസ്. ബാബുജി.
ഇന്ന് ചാനലിൽ വീഡിയോ എടുക്കണോ? ചാനലിൽ വീഡിയോ എടുക്കണോ ഇതിൻ്റെ കേക്ക് കട്ടിങ്ങിൻ്റെ? ഒരെണ്ണം വെച്ചാൽ ഒരെണ്ണം ഇനി ഇരിക്കണം 43 വെക്കോളം ഞാനിപ്പോൾ ഞാൻ വെച്ചിട്ടിരിക്കണം. അത് എവിടെ വെക്കാനെന്ന് ആ ടേബിളിൽ വയ്ക്കാൻ. ഫുഡ് 15-20 മിനിറ്റ് ടൈം എല്ലാം ഒന്നിച്ച് പറയുന്നതാണെന്ന് പറയാം. സൂപ്പ് സ്റ്റാർട്ട് അങ്ങനെ ഉണ്ടെങ്കിൽ ഇപ്പോൾ പൈനാപ്പിൾ 2 പൈനാപ്പിൾ വൈകിട്ടെടുത്തില്ല. ഇത് എവിടെ അറേഞ്ച് ചെയ്യും? എന്തോ അവിടെ നിങ്ങോട്ടാണ് ഇവിടെ അങ്ങോട്ടാണോ? അവിടെ നിങ്ങോട്ടാണ് ഇവിടെ ചേട്ടാ വൈകിട്ടെടുത്തതില്ല. എവിടെ നിന്ന് എങ്ങോട്ട്? അവരവിടെ കിട്ടുന്നു. വൈകിട്ട് മതിയില്ല. നല്ലത് വണ്ണക്സാ ഈശോ 2 ദിവസം ബർത്ത്ഡേ കഴിഞ്ഞ ഹരിച്ചാൻ്റെ ബർത്ത്ഡേയും പുള്ളിയുടെ ബർത്ത്ഡേയും ഒരു ബർത്ത്ഡേ പോകും. ഈ പത്രം ഓർമ്മ ഇങ്ങനെയല്ലേ നമുക്ക് കാണാൻ പറ്റും. തിരിച്ചു അവർക്കറിയാലോ. അല്ല എല്ലാവരും ഇങ്ങനെ വന്നാൽ ഇവിടെ വീട്ടിലും കിട്ടും. 4 ദിവസം മുന്നേ ബർത്ത്ഡേ തിരിച്ചാണ്. ചേട്ടാ ഞങ്ങൾ അതൊക്കെ സ്റ്റോറി ഇട്ടില്ല. ഇനിയാണ് ഞങ്ങൾക്ക് സ്റ്റോറി ഇടേ. ഒരു മിനിറ്റ് കട്ടിയില്ലേ? ചേട്ടാ അവിടെ നിന്ന് കട്ടിയോ? അവിടെ നിന്ന് നിങ്ങൾ രണ്ടുപേരും അവിടെ നിന്നാൽ മതി. ഫോട്ടോ ഇത് രണ്ടും ഒരേ കണക്കാണ്. ചിരിക്കൂല്ല, എക്സ്പ്രഷൻ ഇടും. ചേട്ടാ നിങ്ങൾ കിട്ടണമെന്നില്ല. നിങ്ങൾ കിട്ടണമെന്നുണ്ടോ? അയ്യോ ബർത്ത്ഡേ പോയ തീയിട്ട് കൊന്നു. Make a wish. ഊതി കാണിക്കാം. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, Happy birthday to you. Happy birthday for you. പേര് മുട്ടിയിട്ട് അങ്ങോട്ടേ വിളിക്കുന്നു. ലേ ബാബു ഞാനിത് ആർക്ക് കൊടുക്കും? ഹാപ്പി ബർത്ത്ഡേ. ക്രീം കൊണ്ടുവന്നു. അയ്യോ ഈ അങ്ങോട്ട് വരാൻ കൈ ഒഴിവില്ല. അപ്പോൾ ഇനി ഷൂട്ടെല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് അടിക്കുന്ന സമയത്ത് വരാം. ഗൈസ് ഷൂട്ടിനുള്ള എല്ലാം സെറ്റാണ്. ഫുഡ് ഐറ്റംസ് എല്ലാം വന്ന് എല്ലാം സെറ്റാണ്. ഇതാണ് നമ്മുടെ ഷൂട്ടിംഗ് സെറ്റപ്പ്. അപ്പം ചേട്ടാ ഐഫോൺ എന്തായാലും ഒരു മിനിറ്റ്. ഇത് 12 മിനി അല്ലേ? 12 മിനിയിലാണ് നമ്മൾ ഷൂട്ട് ചെയ്യുന്നത്. ഇതാണ് നമ്മുടെ സെറ്റപ്പ്. ഗോഡോക്സ് എൽസി ഉണ്ട്, ഓൾ സെറ്റ്. ലോബ്സ്റ്ററുണ്ട്, പിന്നെ പേരാണത് എന്തൊക്കെയോ സാധനങ്ങളുണ്ട് ഇതിൻ്റെ അകത്ത്. നമ്മളെന്തായാലും ഷൂട്ട് കഴിഞ്ഞിട്ട് വരാം ഗൈസ്. ബേബി
മീൻ ചട്നി മീൻ ചട്നി നല്ല കോമ്പിനേഷൻ ചേട്ടാ അത് കഴിച്ചു കഴിച്ചു പറ ചട്നി കൂടെ നല്ലൊരു കോമ്പിനേഷനാണ്. ഇതുകൊണ്ട് സാലഡ് സാലഡ് കൊണ്ടുവിടാം. ഒരു നല്ല വിഷയം സോസ് എന്ത് ഓർമ്മ മഞ്ഞ മാറ്റിക്കോ. എല്ലാം മാറ്റണം. ഇതാണ് എന്തെന്ന് ഷാഹി തുക്കടയല്ലേ? ഷാഹി തുക്കട ഡെസേർട്ടാണ്. ഇത് ഡബിൾ ലെയർ ഓർമ്മയുണ്ടോ? അത്യാവശ്യം നല്ല വണ്ണമുള്ള പീസാണ്. ശരി, അതിൻ്റെ ഒരു ടെക്സ്ചർ ഉണ്ട് ഇതിന്. നല്ല മധുരം സോഫ്റ്റ് ക്രീമിയുള്ള സാധനം. ഒക്കെ ഒഴിക്കണം. കുറച്ച് ചിക്കൻ, കുറച്ച് റൈസ് ഇടുക. ഓക്കെ. എന്നിട്ട് ചിക്കൻ മസാല ദം ബിരിയാണി. മുർഗ് മസാല ദം ബിരിയാണി അല്ലേ? അടുത്തതായി മുർഗ് മസാല ദം ബിരിയാണി വെച്ച് നോക്കാം. ബിരിയാണി കൊള്ളാം, നൈസാണ്. വേറെ ഐറ്റംസ് അവിടെ ഉണ്ട്. ഓരോന്ന് ഷൂട്ട് അനുസരിച്ച് നമുക്ക് ഞാൻ റിവ്യൂ തരുന്നതായിരിക്കും. ബൈ ബൈ. മുറുക് ബാര ബാര എന്തെങ്കിലുമൊക്കെ അർത്ഥം കാണും. മറ്റേ എന്തോ ആസാമല്ലേ ഇത്? ആസാമ ലക്നൗ അല്ലേ? ഒരു കോഴീനെ അവനെ കൊല്ലുന്നു. എടാ, കോഴി ചത്തതാണ്. ചത്ത കോഴി വീണ്ടും കൊല്ലാൻ നോക്കാണ് ഗൈസ്. ഓക്കെ, ഞാൻ പേര് പറയാനേ. അടുത്ത വീഡിയോ നശിപ്പിച്ച് അങ്ങനെ വേണ്ടത് മറ്റ് പറ്റിയ സുഖമില്ല. സുഖം കടിച്ചിട്ട് അത് എടുക്കും. മറ്റേ അതിലത്തേക്ക് എടുത്തോ, മറ്റേ സ്റ്റാറ്റസിനെ. ഇതാണ് മുറുക് ബാര സീൻസാണ്. ഇത് തൂങ്ങിക്കിടന്ന ആടും. അഗ്രസീവിറ്റർ. അടുത്തായിരുന്നു കൊന്ന് ഗൈസ്, ആ ചിക്കൻ്റെ അവസ്ഥ ഉണ്ടാ. കൊന്ന് ഒരു ചിക്കന് ചത്ത കോഴിനെ എങ്ങനെ കൊല്ലാം? എങ്ങനെ പീഡിപ്പിക്കാം. അതുപോലെ ഡീസൻ്റ് ആയിട്ട് കോഴി വീരൻ ഇരിക്കണുണ്ടാ. കൊള്ളാം, നല്ല വീഡിയോ എടുത്ത് കഴിഞ്ഞാൽ കഴിയാം. കുറച്ചും കൂടെ ചൂടുണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. ഓർക്കും എടുത്തോ. അതിലെടുത്ത് ഫോർക്ക് ഒരു സൈഡ് കൂടി. എനിക്ക് കോപ്പിറൈറ്റ് വരും കേട്ടാ. ഓഫ് ചെയ്യണം. ഇവിടെ വന്നേ. അല്ല, അത് ഇതിൽ വരുന്നുണ്ടോ? ഏതാണ്? പട്ടുതരൂലല്ലേ?
വരില്ലെന്ന് പ്രതീക്ഷിക്കാം. നിങ്ങൾക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്? അതെ, പിന്നെ അതിലല്ലേ വ്ളോഗ് ഇടുന്നു. എത്ര സബ്സ്ക്രൈബേഴ്സ് ഉള്ളതാ? 227. വളർന്നു വരുന്ന തരംഗമാണല്ലേ. അതെ. അത് രണ്ട് പക്ഷേ എന്തൊരു ഞാൻ ഇതുവരെ സലാഡ് ട്രൈ ചെയ്ത് നോക്കിയിട്ടാ. പക്ഷെ ടു ബി ഓണസ്റ്റ് കഴിഞ്ഞ നമ്മുടെ ഇഫ്താറിനൊന്നില്ലേ, അതിനേക്കാളും ഫാർ ബെറ്റർ ആയിട്ടുള്ള സാധനങ്ങൾ കേട്ടോ ഇവിടെ ഇവിടെ നമ്മൾ ഇഫ്താറിന്റെ ഇതിലൊന്നില്ലേ. ഇവര് കോമഡിയാണല്ലേ ഇതാക്കിയെടുത്ത് അമ്മ ഡീറ്റെയിൽസ് ആക്കിയിട്ട് വന്നു ഞാനും ക്യാമറ. വ്ളോഗർമാർ വന്ന് അൽഡിബാബിൽ ചെയ്തത് നിങ്ങൾ കണ്ടു. ഇതിൻ്റെ ആ ചട്നി സെറ്റാണോ? ആ, ഇങ്ങനെ എടുക്കാം കേട്ടോ. ഇതിൻ്റെ പേരെന്ന് വരുന്നു മുർഗ് ഭാര. മുർഗ് ബാര. ഓ, വെട്ടം. മുർഗ് ബാര. കൊള്ളാം കേട്ടോ. ഒരു ക്രീമി സാധനമാണ്. കൊള്ളാം, നൈസ്. ആ ചട്നി ഉണ്ടല്ലേ. കൊള്ളാം, ഞാൻ ഇഷ്ടപ്പെട്ടു. ഇതിനോട് ചട്നി വരും, പക്ഷെ മറ്റേനോട് ആ ചട്നി അത്ര പോരാ. എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെടുമെന്ന് അറിഞ്ഞൂടാ. ക്ലൈമാക്സിൽ സുരേഷ് ഗോപി ഇരിക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങനത്തെ കുഴപ്പമൊന്നുമില്ല. അവിടെ കുറച്ച് പേർക്ക് പരിചയമുള്ളതിലുള്ള ഉണ്ടായിരുന്നു ചൊറിച്ചിൽ. അത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? എന്തോടാ ബീഫ് കഴിക്കാൻ ചൊറിച്ചിൽ പറഞ്ഞു. ചിലർക്ക് അലർജി ഇല്ലേ? ടൊമാറ്റോ സോസ് ഒന്ന് ടൊമാറ്റോ ഒന്ന് മൂന്നും കഴിക്കണം. 3 അല്ല 2 എണ്ണം. അത് സെയിം തന്നെ. ഇത് രണ്ടും കോംബോ ആണ്. ദിസ് ഇസ് ചിക്കൻ ആൻഡ് മസാല. എന്തോ ഒരു പേര് പറഞ്ഞു വരും. അടുത്ത് എന്തെടുക്കാം? ലോബ്സ്റ്റർ എടുക്കാം. ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെടാ. ആ അതെടുത്തോ, ഒരെണ്ണം എടുത്തോ. രണ്ടീന്ന് പറഞ്ഞു. ചൂടുണ്ടായിരുന്നു. എങ്ങനെയുണ്ട്? നല്ല ടൊമാറ്റോ പുളി മസാല. എനിക്കിഷ്ടപ്പെടും, കാരണം ടൊമാറ്റോ കച്ചപ്പ് വിഴുങ്ങണവനാണ് ഞാൻ. ടൊമാറ്റോ പുളി ഇഷ്ടം, പക്ഷെ ചൂടുണ്ടെങ്കിൽ നൈസായിരുന്നു കേട്ടോ. ഇത് തണുത്തപ്പോൾ എന്തോ പഞ്ചപ്പ. ഇതിൻ്റെ പേര് കഴിച്ച് ഞാൻ പിന്നെ പറഞ്ഞുതരാം തപ്പിട്ട്. എത്ര മിനിറ്റുള്ള വ്ളോഗാണ്? അതറിഞ്ഞൂടാ. കൊള്ളാം കേട്ടോ. വൈദ്യുസ് നാരങ്ങ ഐസ് ഫോർ പക്ഷേ മിൽക്ക് പൈ. നാരങ്ങ ആരോട് ചോദിക്കും. പെപ്പറും സോൾട്ടൊന്നും ഇല്ല. ഇത് പക്ഷെ കൊള്ളാം. ടൊമാറ്റോ കൊള്ളാം കേട്ടോ. എവിടെ എടുക്കണം? അത്രയും വേണ്ട, കുറച്ച് വേണ്ട. പക്ഷെ ചൂടായിട്ട് കഴിക്കണം. എപ്പിടി പുളിപ്പും കൂടെ ഒന്നുകൊണ്ട് അത് നിന്റെ സൗണ്ട് അല്ലേ? ഇതിൽ പിടിപ്പിച്ച് എങ്ങനെ ഇരിക്കുമെന്ന് തോന്നുന്നു. ഒരു സ്പൂണിൽ നീ ആദ്യം കൊഴിച്ചു നോക്കും. സത്യം. എന്നാ ആ, ഒരു 2-3 മതി 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 മതി. ഇപ്പം അതിൻ്റെ അകത്ത് വീണേനെ. താഴത്തോട്ടല്ല എൻ്റെ അത്. പുളിപ്പും മധുരവും കൂടെ വന്നപ്പം കൊള്ളാം, നൈസ്. സൂപ്പ് ചിക്കൻ. ഞങ്ങൾ കുറച്ച് റിസൾട്ട് ഉണ്ടോ?
റിസൾട്ട് 5-ാം തീയതി മിക്കവാറും വീഡിയോ ഇറക്കും. നാളെ മറ്റന്നാളെ ഫോട്ടോസ് അപ്ലോഡ് ചെയ്യും. എങ്ങനെ ഉണ്ടായിരുന്നു? വീടില്ലായിരുന്നു, നൈസായിരുന്നു. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് ഷൂട്ട് കഴിഞ്ഞില്ല. എനിക്ക് ബസ്സില്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ ഇറങ്ങുകയാണ്. ശരിയാ നട്ടാ ബൈ. ഓക്കെ, നിങ്ങൾ കളിക്കണ്ടല്ലേ, പോട്ടെ എന്നാ. ഇപ്പം ഞാൻ ഇറങ്ങി. ഇപ്പം 7:30 ആയി. അപ്പോൾ ഞാനിവിടെ നിന്ന് ഇറങ്ങുകയാണ്. സോ എനിക്ക് സമയമില്ല, ബസ് ഇപ്പോൾ വരും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങി. ഓക്കെ, അവരുടെ ഷൂട്ട് നടക്കുന്നേ ഉള്ളൂ. അതിന് കുറച്ച് ഡിസ്റ്റൻസ് കൂടെ ഉണ്ട്. പക്ഷേ അടിപൊളിയായിരുന്നു സംഭവം. നൈസ് ഫുഡായിരുന്നു. ഷൂട്ടെല്ലാം അടിപൊളിയായിരുന്നു. വേറെ കുറേ ഫുഡ്സൊക്കെ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. ഒരു അറേബ്യൻ ടൈപ്പാണ്. അറേബ്യൻ അല്ല, സോറി, എന്ന് പറയുമ്പോൾ അവരുടെ ഇന്നത്തെ ഷൂട്ടെന്ന് പറയുമ്പോൾ അവരുടെ ഒരു ലക്നൗ ഫ്യൂഷൻ ട്രിവാൻഡ്രത്തോട്ട് കൊണ്ടുവന്നൊരു സംഭവം. ലക്നൗ ടു കേരള എന്നുള്ള സംഭവമാണ്. ലക്നൗ ടു ട്രിവാൻഡ്രം, അതാണ് അതിൻ്റെ കുറച്ച് ഫ്യൂഷൻ ആയിട്ടുള്ള ഡിഷസാണ്. അപ്പോൾ വളരെ കൊള്ളായിരുന്നു. നല്ല കിട്ടുന്ന ഫുഡായിരുന്നു. നൈസ് ഷൂട്ടായിരുന്നു. അപ്പോൾ എന്തായാലും എല്ലാം കഴിഞ്ഞു. നിങ്ങളൊന്ന് ഇറങ്ങി. ഇത് പിന്നെ കഴിഞ്ഞ വ്ളോഗ് എല്ലാവരും കണ്ടു എന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ വ്ളോഗ് കണ്ടിട്ടില്ലെങ്കിൽ എല്ലാവരും എത്രയും പെട്ടെന്ന് പോയി കാണാം. അതെന്ന് പറയുമ്പോൾ ഞാൻ കുറച്ച് ഇൻട്രൊഡക്ഷൻ പറഞ്ഞിട്ടില്ലേ ഇതുവരെ. എന്ന് പറയുമ്പോൾ വ്ളോഗ്സ് എന്ന് പറയുമ്പോൾ എൻ്റെ വ്ളോഗ്സ് ഇനി വരുന്നത് മെയിനായിട്ട് ഞാൻ ഫോക്കസ് ചെയ്യുന്ന ഈ ഒരു പോയിൻ്റ് ഓഫ് വ്യൂ ടൈപ്പാണ്. അപ്പോൾ ഇനി മെയിനായിട്ട് വീഡിയോസ് വരുന്നതും നമ്മുടെ ഫോട്ടോഗ്രാഫി, വീഡിയോഗ്രാഫി, ഇതുപോലത്തെ വർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ്. അപ്പോൾ അതിന് ഏറ്റവും കൂടുതലും പോയിൻ്റ് ഓഫ് വ്യൂ ആണ് നല്ലത്. അതായത് ഷൂട്ട് എടുക്കുന്നതൊക്കെ പോയിൻ്റ് ഓഫ് വ്യൂ ആയിരിക്കും കുറച്ചുകൂടെ നിങ്ങൾക്ക് കാണാനും ബെറ്റർ. അപ്പോൾ അങ്ങനത്തെ ഓരോ സംഭവങ്ങളാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. വരുന്ന വീഡിയോസൊക്കെ അങ്ങനെ ആയിരിക്കും. കഴിഞ്ഞ വ്ളോഗ് അങ്ങനെ നല്ലോണം ഒന്നും എടുക്കാൻ പറ്റിയില്ലെങ്കിലും നല്ലതായിരിക്കും തോന്നുന്നു. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം. സോ അപ്പോൾ ഇനി എന്തായാലും ഇവിടെ നിന്ന് നേരെ വീട്ടിൽ പോയിട്ട് ബാക്കി കാണാം. ഓക്കെ.